ഇന്നത്തെ റെസിപ്പി ഏറ്റവും എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിലേക്ക് വെറും 2 ചേരുവ മാത്രം മതിയാവും. അപ്പോൾ സാധാരണ അപ്പവും പുട്ടൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഈ ഒരു രീതിയിൽ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഒന്നും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നല്ലൊരു പിടുത്തം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ആ ഒരു തേങ്ങയും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ദോശയുടെ ബാറ്ററിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. പിന്നെ ഈ ഒരു ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ ചുട്ട് തുടങ്ങാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം തവി വെച്ചിട്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓട്ടടക്ക ചുട്ടെടുക്കുന്ന രീതിയിൽ ബാറ്റർ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ മുകൾ ഭാഗം ഏകദേശം നായി വരുന്ന സമയത്ത് ഇനി മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം തന്നെ 3 എണ്ണമൊക്കെ ആയിട്ടും ചുട്ടെടുക്കാം കേട്ടോ. ഇനി മുകൾ ഭാഗം കൂടെ കളറൊന്ന് മാറ്റി നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ബ്രഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ 2 ഭാഗവും റെഡിയായിട്ട് കിട്ടിയാൽ ഇനി പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഒന്ന് കളറ് മാറ്റി കിട്ടിയാൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങയും ഉള്ളിയും ജീരകമൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. തേങ്ങയും ഉള്ളിയും റവയും കൂടെ ചേർത്തത് കാരണം തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് ചട്നിയുടെ കൂടെയോ പിന്നെ ഏതെങ്കിലും നോൺ വെജിൻ്റെ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടൊക്കെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.